രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അദ്ദേഹത്തിന് പാലക്കാട് ഇറങ്ങാതിരിക്കാൻ ആരും ഭ്രഷ്ടൊന്നും കൽപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എവിടെ ചെല്ലാനും അദ്ദേഹത്തിന് എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. കോടതിയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനോട് പാലക്കാട് കയറരുത് എന്ന് കോടതിയും പറഞ്ഞിട്ടില്ല. MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില കർത്തവ്യങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ പാലിക്കേണ്ട ഉത്തരവാദിത്വം അത് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതിന് DYFI തടയാൻ ശ്രമിച്ചാലും BJP തടയാൻ ശ്രമിച്ചാലും അതൊക്കെ തന്നെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. പക്ഷേ ആർക്കും ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് KSRTCയുടെ പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള AC ബസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിനെതിരെ നേരം പുലർന്നപ്പോൾ DYFI വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി DTOയുടെ ഓഫീസിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഒക്കെ തന്നെ പരസ്യ വിചാരണ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നിങ്ങളുടെ മകളുടെ കല്യാണമാണോ രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കാൻ അടക്കമുള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ രൂക്ഷമായി വിമർശിച്ചത്. അതിനെതിരെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. എതിരെയല്ല, ഗണേഷ് കുമാറിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. എന്തായാലും ഇപ്പോൾ അത് ചർച്ചയാകുന്നതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു വീഡിയോ കൂടി വൈറലാവുകയാണ്. അത് പാലക്കാട്ടെ ജനങ്ങൾ, പാലക്കാട്ടെ അമ്മമാർ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കുന്നത് എന്നാണ് ആ വീഡിയോ. വീഡിയോയിൽ ഒരമ്മ രാഹുൽ മാങ്കൂട്ടത്തെ മകനെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ആ അമ്മ മറ്റൊരാളോട് മൊബൈൽ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, എന്റെ മകൻ വന്നിട്ടുണ്ട് എന്ന ആവേശത്തോടു കൂടി പറയുന്നുണ്ട്. എന്റെ മകൻ വന്നിട്ടുണ്ട്, ആരാണെന്ന് പറയൂ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആരാന്ന് ചോദിക്കും പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നുണ്ട്. ഇനി അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, വലിയ ആവേശത്തോടു കൂടി നിഷ്കളങ്കമായി അമ്മ ഈ സ്നേഹമൊക്കെ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹം പങ്കിടുന്നുണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ പറയില്ലേ, അതേപോലെ എക്സൈറ്റ്മെന്റ് ആണ് അമ്മയുടെ മുഖത്ത് പിന്നീട് കാണാൻ സാധിച്ചത്. അതിനുശേഷം ആ ഒരു സ്നേഹം കണ്ട അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവും ഞെട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുക. രാഹുൽ വലിയ ചിരിയാണ്. എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും രാഹുൽ ഇത്തരത്തിലൊരു ചിരിച്ച സന്തോഷവാനായി രാഹുലിനെ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും രാഹുലിന്റെ സന്തോഷത്തോടുകൂടി അമ്മയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മധുര പലഹാരങ്ങളും ബിസ്ക്കറ്റും നൽകി അമ്മ രാഹുലിനെ സ്വീകരിക്കുന്നതും ഒക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അമ്മ പറയുന്ന ആ ഒരു സ്നേഹം, അതൊരു നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇനി ആരെങ്കിലും പറഞ്ഞു പറയിപ്പിച്ചാലും ശരി, അതൊരു അമ്മയല്ലേ. അമ്മ പറയുന്നത് ഒരുപക്ഷെ പിണറായി വിജയനെ കണ്ടാലും, മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടാലും ഒരുപക്ഷെ അമ്മ കൈ കൊടുത്തുന്നിരിക്കും, സന്തോഷം പ്രകടിപ്പിച്ചൊന്നിരിക്കും. ഒരു മോഹൻലാലിനെ കണ്ടാലും ഈ അമ്മ ഇത് തന്നെ ആയിരിക്കും പറയുക. അമ്മയല്ലേ, നമ്മുടെയൊക്കെ തന്നെ മുത്തശ്ശിയുടെ പ്രായം അല്ലെങ്കിൽ അമ്മാമ്മയുടെ പ്രായം തോന്നിക്കുന്ന ഒരമ്മയാണ്. ഈ ഒരു കമന്റുകൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വൈറലാകുമ്പോൾ ഇതിന് താഴെ വരുന്ന ചില കമന്റുകൾ അക്ഷരാർത്ഥത്തിൽ ഇവർക്കൊന്നും അമ്മ പെങ്ങന്മാരില്ലേ എന്ന് നമുക്ക് ചോദിച്ചു പോകുന്ന തരത്തിൽ അത്രയ്ക്ക് മറപ്പുളവാക്കുന്ന തരത്തിലുള്ള കമന്റുകൾ. അതൊട്ടും മനുഷ്യന്മാർക്ക് ചേർന്ന ഒന്നല്ല. അതായത് കുടുംബത്തിൽ പിറന്ന ആർക്കും ചേർന്നൊന്നല്ല. കുടുംബത്തിൽ പിറന്ന പോട്ടെ, ഇനി ഒരു നന്മയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ചേർന്ന തരത്തിലുള്ള സ്വഭാവമല്ല എന്നേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അനവധി ഇത് പുതിയ മെത്തേഡാണെന്നും ഇത് പുതിയ സ്ട്രാറ്റജി ആണെന്നും ഒന്ന് പോടോ എന്നും വിളിച്ച് കളിയാക്കുന്നവർ നിരവധിയുണ്ട്. അല്ല, അത് മാത്രമല്ല, അത് നമുക്ക് എടുത്തു പറയേണ്ടത് 70 റേഞ്ച് പിടിച്ചു തുടങ്ങിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട്. 70 റേഞ്ച് പിടിച്ചു തുടങ്ങിയോ? 60 വരെ സേഫ് ആണെന്നാ കരുതിയത്, അപ്പോൾ 60ഉം സേഫ് അല്ലേ എന്ന് ചോദിക്കുന്നവർ നിരവധിയുണ്ട്. ഇതൊക്കെ കമ്മിക്കുഞ്ഞുങ്ങൾ എങ്ങനെ സഹിക്കുമെന്നൊക്കെ ചോദിച്ച് നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടോ? DYFI പറയും പോലെ ഈ അമ്മച്ചിയുടെ വയറ്റിൽ ഉണ്ടാവുമോ ആവോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഇവർക്കൊക്കെ തന്നെ അമ്മ പെങ്ങന്മാരില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് താഴെ മറ്റൊരാൾ കമന്റ് പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു പാവപ്പെട്ട വയസ്സായ സ്ത്രീയല്ലേ, അവരെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയരുത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, രാഹുലിനെയും അമ്മയും ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞത് DYFIക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നാണ് പറയുന്നത്. DYFIക്കാർക്ക് കുരി പൊട്ടുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പറയുന്നുണ്ട്. ഇനി മറ്റൊരാൾ പങ്കുവച്ചൊരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇത് പാലക്കാടാണ്, സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ചേർത്ത് പിടിക്കാൻ നന്മയുള്ള ഒരുപാട് പേരുള്ള സ്ഥലമാണ് ഇവിടം. നോക്കുക, ഈ അമ്മമാരുടെ മകനാണ് രാഹുൽ, അവരുടെ MLA ആണ്. ഈ അമ്മമാർ പ്രാർത്ഥനയോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ ചർച്ച വഴിമാറ്റാൻ സമരത്തിനോ വ്യാജ പ്രചരണങ്ങൾക്കോ രാഹുലിനെ തൊടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു അമ്മയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് വരുന്നത്. അതിന് താഴെ പറയുന്നുണ്ട്, പൊട്ടട്ടങ്ങനെ കമ്മികളുടെയും സംഘികളുടെയും കുരുകൾ പൊട്ടിയൊലിക്കട്ടെ, പാലക്കാടിന്റെ തെരുവു വീതികളിലൂടെ കൂടി അലയി നടക്കുന്ന പേപ്പട്ടികളെ പോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് അത് ഉയരുന്നത്. പക്ഷെ അപ്പോഴും രാഹുൽ പാലക്കാട് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും രാഹുൽ പാലക്കാട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പാലക്കാട് തൊട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു
പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനു മുൻപ് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈ അമ്മയുടെ ഈ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ വലിയ രീതിയിൽ ആരുടെയും ക്ഷണം ഉണ്ടായിരുന്നില്ല, ആരും സ്വീകരിച്ചില്ല. 9 മണിക്ക് പുറപ്പെടുന്ന ഈ പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന ബസ് രാവിലെ വന്ന് ഉദ്ഘാടനം ചെയ്തില്ല, പാത്തും പതുങ്ങി വന്നു, അങ്ങനെ നിരവധി കമന്റുകളാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ വന്നത്. ഇപ്പോൾ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റ് നമുക്ക് നോക്കാം. ദീർഘകാലമായിട്ടുള്ള പാലക്കാടിന്റെ ആവശ്യമാണ് ബാംഗ്ലൂരിലേക്കുള്ള AC ബസ് സർവീസ്. പഠനത്തിനും തൊഴിലിനുമായി നിരവധി പാലക്കാടുകാർ ആശ്രയിക്കുന്ന നഗരമാണ് ബാംഗ്ലൂരു. എന്നാൽ പലപ്പോഴും തിരക്കേറിയ സമയത്ത് വലിയ ചാർജാണ് സ്വകാര്യ വാഹനങ്ങൾ ഈടാക്കാറുള്ളത്. അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് കത്ത് കൊടുത്തും KSRTC AC ബസ് ജനപ്രതിനിധി എന്ന നിലയിൽ ആവശ്യപ്പെടുകയായിരുന്നു. പാലക്കാടിന്റെ ഈ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പരിഗണന നൽകിയ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പാലക്കാടിന്റെ സ്നേഹ അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിൽ തന്നെയുണ്ട് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്കാണ് ഈ പറഞ്ഞ വിമർശനങ്ങൾ, അതിരൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് എന്നാണ് വ്യക്തമാകുന്നത്. you